എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ? സോ എൻ്റെ ഓൾമോസ്റ്റ് മിക്ക വീഡിയോസിലും കൂടുതലായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന കമന്റ് എന്ന് പറയുന്നത് സ്മിറ്റൻ ആപ്പിനെ ബേസ് ചെയ്തിട്ടാണ്. കുറേ പേർക്ക് സ്മിറ്റൻ ആപ്പിനെ കുറിച്ച് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് സ്മിറ്റൻ ആപ്പിനെ റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രയൽ പ്രൊഡക്ട്സ് എങ്ങനെയാണ് വാങ്ങിക്കുക എന്നുള്ളതും ഫ്രീ പ്രൊഡക്ട്സ് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതും അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലും കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ സ്മിറ്റൻ ആപ്പിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോവാണ് കേട്ടോ. ഐ ഹോപ്പ് എല്ലാവരുടെയും ഡൗട്ട് ഈ ഒരു വീഡിയോ കൊണ്ട് ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഡൗട്ട്സിനെ ബേസ് ചെയ്തിട്ട് ഒരു രണ്ട് കാറ്റഗറീസ് ആയിട്ട് ഞാൻ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ട്രയൽ പ്രൊഡക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മൾ സ്മിറ്റൻ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 6 ട്രയൽ പോയിന്റ്സ് ആ ആപ്പിൽ അവൈലബിൾ ആയിട്ട് കാണിക്കും. ഈ 6 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ളതും ബ്രാൻഡഡ് അല്ലാത്തതുമായിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് 199 രൂപയ്ക്ക് 199 റുപ്പീസിന് ഈ സ്മിറ്റൻ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രൊഡക്റ്റ് അല്ല, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഈ ഒരു പ്രൈസിന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്ന് കുറെ പേർക്ക് അറിയില്ല, അല്ലെങ്കിൽ കുറെ പേർക്ക് അതിന്റെ കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ അതിന്റെ സ്ക്രീൻഷോട്ട്സോ സ്ക്രീൻ റെക്കോർഡ്സോ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ. പിന്നെ ഈ ചിലർക്ക് 199 രൂപയ്ക്ക് പകരം 235 രൂപ 236 രൂപ അങ്ങനെയൊക്കെ വരാറുണ്ട്. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്മിറ്റൻ ആപ്പിൽ വാലറ്റ് മണി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കുറച്ച് പേർക്ക് ഇത്ര റുപ്പീസ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ അത് കിടക്കുന്നുണ്ടാവും. ഈ വാലറ്റ് മണി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച് നമുക്ക് വല്ല ഗുണമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് റെഫറൽ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഫ്രീ പ്രൊഡക്ട്സ് എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഓരോരുത്തരെ റെഫർ ചെയ്തിട്ട് നമുക്ക് ഫ്രീ പ്രൊഡക്ട്സ് നമുക്ക് സ്മിറ്റൻ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ഈ എല്ലാ കാറ്റഗറിയിലും വരുന്ന ഡൗട്ടൊക്കെ കൂടി ഒറ്റൊരു വീഡിയോയിൽ കൊള്ളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം നല്ലോണം കൂടും. അത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും ബോറടിക്കും. സോ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ ഈ രണ്ട് കാറ്റഗറീസ് ഞാൻ രണ്ട് വീഡിയോസ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറി റെഫറൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് എങ്ങനെയാണ് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു പാർട്ടായിട്ട് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ എന്റെ അടുത്തൊരു കുട്ടി ജസ്മീൻ ആണെന്ന് തോന്നുന്നു, ഐ ഹോപ്പ് ആ കുട്ടിയുടെ പേര് അങ്ങനെ തന്നെയാണ്. ആ കുട്ടി കുറെ തവണ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രയൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേഗം ചെയ്യുമോന്നൊക്കെ. വേഗം ചെയ്യണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിന്റെ ഇടയ്ക്ക് കൂടെ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ ഇപ്പൊ ഈ ഒരു മഴ ടൈം ആയതുകൊണ്ട് ഞാൻ വേറെ ലൈറ്റ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ജനലിലെ ഇവിടെ ഫോൺ വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊരു തീരുമാനമായിട്ടിരിക്കുകയാണ്, വേറെ മേടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് ഇപ്പോൾ മഴയുടെയൊക്കെ ഒരു ഇതായതുകൊണ്ട് ആകെ ഇരുണ്ട് പിടിച്ചിട്ടായിരിക്കും വീഡിയോ ഞാൻ എടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. സോ നമുക്ക് അധികം ലേറ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്മിറ്റൻ ആപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആപ്പ് ഒന്നുമല്ല. 2015 തൊട്ടുള്ള ഒരു ആപ്പാണ് ഈ സ്മിറ്റൻ ആപ്പ് എന്ന് പറയുന്നത്. ഇതിൽ കുറെ ബ്രാൻഡഡ് ആയിട്ടുള്ളതും ബ്രാൻഡഡ് അല്ലാത്തതായിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ട് പരിചയമുള്ള പുതിയ കുറെ ബ്രാൻഡ്സ് ഒക്കെ അതിൽ വരുന്നതുകൊണ്ടാണ് ഈ ആപ്പ് ഇത്രയും കുറച്ചുകൂടെ ഹൈപ്പിലേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്മിറ്റൻ ആപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു റെഫറൽ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള റെഫറൽ കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ 6 ട്രയൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. 6 ട്രയൽ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് 6 ട്രയൽ പോയിന്റ്സ് അവൈലബിൾ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവും. ഈ 6 ട്രയൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുക. ഏറ്റവും ടോപ്പിലായിട്ട് എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് ഈ 6 ട്രയൽ പോയിന്റ്സിന് പകരം 12 ട്രയൽ പോയിന്റ് 16 ട്രയൽ പോയിന്റ് അങ്ങനെ എക്സ്ട്രാ ട്രയൽ പോയിന്റ്സ് കിട്ടുന്ന കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 199 രൂപ ആയിരിക്കില്ല, എക്സ്ട്രാ എമൗണ്ട് എത്രയാണോ അതും കൂടെ നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് ഓരോരോ കാറ്റഗറീസ് ആയിട്ട് നമുക്ക് പ്രൊഡക്ട്സ് ക്ലാസിഫൈ ചെയ്യാം. സ്കിൻ കെയർ പ്രൊഡക്ട്സ്, മേക്കപ്പ് പ്രൊഡക്ട്സ്, ബാത്ത് കെയർ, അങ്ങനെ കുറെ ഹെൽത്ത് റിലേറ്റഡ് അങ്ങനത്തെ കുറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ കാറ്റഗറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ഈ ഓരോ പ്രൊഡക്ട്സിന്റെ അടിയിലായിട്ടും അതിന് എത്ര ട്രയൽ പോയിന്റ് ആണ് വരുന്നതെന്നും കൂടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. 0 ട്രയൽ പോയിന്റ്, 1 ട്രയൽ പോയിന്റ്, 2 ട്രയൽ പോയിന്റ്, അങ്ങനെ അതിന്റെ അടിയിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ട്രയൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ 2 ട്രയൽ പോയിന്റ് വരുന്ന ഒരു 3 പ്രൊഡക്ട്സ് ഞാൻ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ 6 ട്രയൽ പോയിന്റ്സ് അവിടെ കംപ്ലീറ്റ് ആയി. ഞാനിപ്പോൾ ടോട്ടൽ 6 ട്രയൽ പോയിന്റ്സ് വരുന്ന രീതിയിൽ റാൻഡം ആയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 6 ട്രയൽ പോയിന്റ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മുകളിൽ 6 ട്രയൽ പോയിന്റ്സ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ നേരെ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് കാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് പോവാം. അവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സും കാണിക്കും, ടോട്ടൽ റേറ്റ് എത്രയാണ് വരുന്നതെന്നും കാണിക്കും.
ഏറ്റവും ടോപ്പിലായിട്ട് ഫ്രീ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള 2 പ്രൊഡക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഫ്രീ ആയിരിക്കും കേട്ടോ. അപ്പോൾ 199 രൂപയാണ് ഇതിന്റെ ആക്ച്വൽ റേറ്റ് ആയിട്ട് നമുക്ക് വരാം. പക്ഷെ ചിലരുടെ കേസിൽ 235 റുപ്പീസ് അല്ലെങ്കിൽ 236 റുപ്പീസ് ആയിട്ട് ഇത് കാണിക്കാറുണ്ട്. കുറെ പേർക്ക് ഉണ്ടായ ഡൗട്ടും ഇത് തന്നെയാണ് കേട്ടോ. അതായത് 199 രൂപയ്ക്ക് നമ്മൾ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നോക്കുമ്പോൾ 235 രൂപ 236 രൂപയൊക്കെയാണ് ഈ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മിറ്റൻ ആപ്പിൽ നമ്മൾ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ട്രയൽ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ആയിട്ട് 199 രൂപയാണ് അതിനകത്ത് വരുന്നത്. അതുകൂടാതെ GST എന്ന് പറഞ്ഞിട്ട് ഒരു 36 റുപ്പീസ് കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. ആദ്യമൊക്കെ നമ്മൾ സ്മിറ്റൻ ആപ്പിൽ നിന്ന് ഓർഡർ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. എല്ലാ ഓർഡേഴ്സിലും ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടുമായിരുന്നു. അതായത് -36 ആണ് ആ ഒരു ഡിസ്കൗണ്ട് കൂപ്പണിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ GST വരുന്ന 36 റുപ്പീസ് അതിൽ നിന്ന് മൈനസ് ആയി പോയിട്ട് ബാക്കി 199 രൂപ മാത്രമാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് വരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ സ്മിറ്റിന്റെ ഒരു പുതിയ അപ്ഡേഷൻ അനുസരിച്ചിട്ട് എല്ലാ ഓർഡേഴ്സിലും ഈ ഒരു ഡിസ്കൗണ്ട് കൂപ്പൺ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കൂപ്പൺ കോഡ് കിട്ടാത്ത കേസസിലാവുമ്പോൾ ഈ 36 റുപ്പീസ് കൂടെ 199 റുപ്പീസിന്റെ ഒപ്പം ആഡ് ആയിട്ട് അങ്ങനെയാണ് 235 റുപ്പീസ് ആയിട്ട് നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ വരുന്നത്. ഇത് സ്മിറ്റിന്റെ പുതിയൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ ഒരു റേറ്റ് വരാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണോ എന്ന്. ക്യാഷ് ഓൺ ഡെലിവറി ഈ ആപ്പിൽ അവൈലബിൾ ആണ്. പക്ഷേ എക്സ്ട്രാ 51 റുപ്പീസ് കൂടെ ഇതിൽ ആഡ് ആവും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ട്രസ്റ്റബിൾ ആപ്പാണ്. സോ ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. വെറുതെ 51 റുപ്പീസ് കൊണ്ടുപോയി കളയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സോ ഓൺലൈൻ പേയ്മെന്റ് പറ്റുന്നവർ അത് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി വരുമ്പോൾ ഈ പറയുന്ന 51 റുപ്പീസ് കൂടെ ഇതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് വാലറ്റ് മണി. നമ്മൾ ഒരു തവണയെങ്കിലും സ്മിറ്റൻ ആപ്പിൽ നിന്ന് ട്രയൽ ഓർഡർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു വാലറ്റ് മണി എന്ന് പറയുന്ന സംഭവം അവൈലബിൾ ആയിട്ട് നമുക്ക് സ്മിറ്റൻ ആപ്പിൽ കിട്ടാം. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടും. പക്ഷേ ഇത് നമ്മൾ ട്രയൽ പ്രൊഡക്ട്സ് മേടിക്കുന്ന കൂട്ടത്തിലല്ല ഈ ഒരു ക്യാഷ് ബാക്ക് കിട്ടാം. അതായത് സ്മിറ്റൻ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൽ ട്രയൽ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലാതെ ഷോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. അതായത് നമ്മൾ സാധാ മറ്റ് ഓൺലൈൻ ആപ്പിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യില്ലേ, അതുപോലെ ട്രയൽ പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ഫുൾ സൈസ് വരുന്ന പ്രൊഡക്ട്സ് ആയിരിക്കും സ്മിറ്റൻ ആപ്പിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക. സാധാ അതിന്റെ റേറ്റ് എത്രയാണോ അത്രയും റേറ്റിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു വാലറ്റ് മണി യൂസ് ചെയ്തിട്ട് ക്യാഷ് ബാക്സ് എടുക്കാനായിട്ട് പറ്റും. ഒരു 5-6 മന്ത്സ് എന്തോ ആണ് ഈ പറയുന്ന വാലറ്റ് മണിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. അതിനുള്ളിൽ നമ്മളിത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ പോകും. എനിക്ക് 1-2 ഓർഡേഴ്സിൽ എന്തോ ഈ പറയുന്ന വാലറ്റ് മണി അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂസ് ചെയ്യാതെ തന്നെ പോയതാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ ഇപ്പോൾ 0 വാലറ്റ് മണിയാണ് കാണിക്കുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഓൺലൈൻ ആപ്പൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സ്മിറ്റൻ ആപ്പിൽ ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലുള്ള പ്രൊഡക്ട്സിനൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്, കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ക്യാഷ് ബാക്സ് കിട്ടിക്കഴിഞ്ഞാലും അത് അത്ര വലിയ വർത്ത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ക്യാഷ് ബാക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ സ്മിറ്റൻ ആപ്പിൽ നിന്ന് അങ്ങനെ ഷോപ്പ് എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നൊന്നും ഞാൻ ഇതുവരെയായിട്ടും ഒന്നും പർച്ചേസ് ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഇപ്പൊ പറഞ്ഞ ഈ ഷോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ട്രയൽ പ്രൊഡക്ട്സ് അല്ല, ഫുൾ സൈസ് വരുന്ന മറ്റു ഓൺലൈൻ ആപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ഫുൾ സൈസ് വരുന്ന പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അപ്പൊ അത് സ്മിറ്റൻ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാലറ്റ് മണി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബാക്സ് ഒക്കെ കിട്ടും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ക്ലിയർ ആയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചോദിക്കാം. നമ്മൾ അടുത്ത പാർട്ട് ചെയ്യുമ്പോൾ അതും കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.